ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിൽ വേസ്റ്റാണ്. ഒരു വെള്ളം പോകാൻ സൗകര്യമില്ല. ഇതായിരിക്കുന്നു കമ്പാർട്ട്മെൻറ്റാണ്. പിന്നെ അകത്ത് പോയി നോക്കിയാൽ ഒന്നും നിർത്തിയില്ല, ഒന്നും തേച്ച് കഴിവാക്കില്ല, ഒന്നുമില്ല. എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. ജനങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. തലസ്ഥാനത്തെ തിരക്കേറിയ പ്രധാന ഇടങ്ങളിലൊന്നാണ് ചാല മാർക്കറ്റ്. ഈ മാർക്കറ്റിലെ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ശുചിമുറിയുടെ അവസ്ഥയാണിത്. വർഷങ്ങളായി ഇവരുടെ ദുരിത ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ അയ്യമത ക്യാറ്റുകളെല്ലാം പൊടിഞ്ഞു കിടക്കുന്നു. ഒരു വെള്ളം കോരിയെടുക്കാൻ കപ്പില്ല. വോട്ട് സമയമാകുമ്പോൾ അവരെല്ലാവരും നമ്മുടെ വീട്ടിൽ വരും. പിന്നെ അവർ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കൂല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാ ഇതിലും തന്നെ പോകുന്നു. എല്ലാ ഇതിലും തന്നെ ഈ കമ്പാർട്ട്മെന്റിന്റെ ബാക്ക് സൈഡ് ഈ ഓട, ഇതാണ് ഓട. കൊതുവും എല്ലാം ഉണ്ട്. ക്ലീൻ ഇതിന്റെ ഇതാണ്. ഇപ്പൊ അവിടെ വന്ന് ഇപ്പൊ കോൺക്രീറ്റ് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച. ഇതാണ് ഈ കമ്പാർട്ട്മെന്റിന്റെ കോലം. കണ്ട, ഇത് എവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോകും. ഇത് നിയമസഭയിൽ ഒരാളും സംസാരിക്കണമില്ല, ഇത് ചെയ്യണമില്ല. കോർപ്പറേഷനിൽ ഒരു വക ചെയ്യില്ല. ഇവർ 2-3 വർഷം ഇവിടെ നിന്ന് കോർപ്പറേഷനിൽ ചവർ വാരിക്കൊണ്ട് പോയി. വീണ്ടും അവർക്ക് കൊണ്ടിടാൻ വേറെ മാലിന്യം അവർ ചവർ എടുക്കാത്തതുകൊണ്ട് അവരെല്ലാം ഇവിടെ കൊണ്ടിട്ട് ചാക്കുകൾ കംപ്ലീറ്റ് നിറച്ചു. ഒരു 10-15 ലോഡ് വേസ്റ്റ് വരും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നു കംപ്ലീറ്റ്. അത് മാറ്റാൻ ആളില്ല, മാറ്റുന്നില്ല. പഴയതുപോലെ കിടന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവർ പുതിയ പദ്ധതി എന്ന് പറഞ്ഞ് കെട്ടിയിട്ട് എല്ലാം കക്കൂസ് കെട്ടുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് തന്നെ കെട്ട് ചവറ് മാലിന്യം നോക്കണം. എല്ലാതാ ഇത്രയും വേസ്റ്റുകൾ ഇങ്ങനെ ആരും കച്ചവടം ചെയ്യാൻ കയറില്ല. ഇത്രയും സ്റ്റാള് വെറുതെ കെട്ടിയ. മുമ്പ് ഇങ്ങനെ സ്റ്റാൾ നീളത്തിന് കെട്ടിയിരുന്നപ്പോൾ ആൾക്കാർ വന്ന് സാധനം വാങ്ങി വരും. ഇപ്പൊ ഇങ്ങനെയൊക്കെ എങ്ങനെ വളഞ്ഞു വാങ്ങിക്കും. പദ്ധതിയുടെ അതാണ് അതിന്റെ കൂടെ കൊണ്ടുപോയി കാണിക്കാം.